ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമ്മൾ ഗുരുവായൂർ പോകുമ്പോഴും ഏതൊരു അമ്പലത്തിൽ നമ്മൾ പോണ സമയത്തും നമ്മൾ ഗുരുവായൂരപ്പനെ നന്നായിട്ട് ഗുരുവായൂരപ്പനെയും ദേവീ ക്ഷേത്രമായാലും ശിവക്ഷേത്രമായാലും ഏത് ക്ഷേത്രത്തിൽ നമ്മൾ പോയാലും ഹനുമാൻ ക്ഷേത്രത്തിലായാലും നമ്മൾ നിറയെ കൺകുളിർക്ക കണ്ടിട്ട് തന്നെ നമ്മുടെ കണ്ണടഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ. അപ്പോൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട്, നമുക്ക് ആ ഒരു ഇത്തിരി സമയം കിട്ടണത് എന്തിനാ കണ്ണടയ്ക്കണേ? നമുക്ക് ആ ഗുരുവായൂരപ്പനെ കാണുന്ന സമയത്ത് അത്രയും നേരം ആ കാണണ മിനിറ്റ് മൊത്തം കണ്ണ് തുറന്ന് കണ്ടൂടേന്ന്. അപ്പം ഞാൻ പറയാറുണ്ട്, എന്താ വെച്ചാൽ ഗുരുവായൂരപ്പനെ നമ്മൾ ഭഗവാനെ കൺകുളിർക്ക ആ രൂപം കണ്ടതിന് ശേഷം നമ്മൾ അതങ്ങനെ തന്നെ ആ രൂപത്തെ അങ്ങനെ നമ്മുടെ മനസ്സിലങ്ങ് പ്രതിഷ്ഠിക്കുക ചെയ്യണത്. അപ്പോൾ ആ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കണ്ണടച്ച് ആ രൂപത്തെ മനസ്സിൽ കണ്ട് പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ രൂപം മറന്നു പോയില്ല, നമ്മൾ കണ്ട രൂപം മറന്നു പോയില്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കന്നെ നമുക്ക് അയ്യോ കണ്ണ് കണ്ടില്ലേ, ചെവി കണ്ടില്ലേ, മൂക്ക് കണ്ടില്ലേ തോന്നും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കണ്ടിട്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ച് തിരിയുമ്പോൾ നമുക്കത് കുറച്ച് ഓർത്തെടുക്കാൻ പറ്റും. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെയും ഒരു വട്ടം കൂടി തൊഴുമ്പോൾ തോന്നും ഒന്നുകൂടി തൊഴണം എന്നുള്ള പാട്ടില്ലേ, അതേപോലെ നമുക്ക് എത്ര തൊഴുതാലും നമുക്ക് മടുക്കില്ല. പുറത്തിറങ്ങി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത പ്രാവശ്യം എപ്പോഴാണ് ഈ ഗുരുവായൂർ പോവുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ പ്രത്യേകം ഇങ്ങനെ ശ്രദ്ധിക്കണം. നമ്മൾ എന്താ വെച്ചാൽ ഒന്ന് മനസ്സിൽ നന്നായിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് നല്ലൊരു ഇത് കിട്ടും, നമ്മൾ സന്തോഷം കിട്ടും. പുറത്തിറങ്ങുമ്പോഴും നമുക്ക് ഇങ്ങനെ നമ്മുടെ കൂടെ ഉണ്ട് തോന്നും. നമ്മൾ ഭഗവാനെ നമ്മൾ ആ രൂപത്തിലൂടെ നമ്മുടെ മനസ്സിലും കൂടിയും പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കണം എന്ന്. അപ്പോഴാണ് നമുക്ക് ഏത് സമയം ആ ഒരു ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു തുണ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. ഒരൊറ്റപ്പെടൽ തോന്നില്ല. ഏകാന്തതയിലും ഭഗവാനുണ്ട് കൂടെ എന്നുള്ള ആ ഒരു ഒറ്റപ്പെടലിൻ്റെ വക്കത്ത് നമ്മൾ എത്തില്ല. പലവരും പറയാറുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്, കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞ് ജോലിയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. നമുക്ക് ആ ഒരു ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നൽ മാറ്റാൻ ഏറ്റവും നല്ല മാർഗം ഭഗവാനെ ഭജിക്കുക തന്നെയാണ്. ഭഗവാനെ ഭജിച്ച് കിട്ടുമ്പോൾ നമുക്ക് ആ ഒറ്റയ്ക്കുള്ള ഫീലിംഗ് ഉണ്ടാവുകയില്ല. എപ്പോഴും ഈശ്വരൻ ഉണ്ടല്ലോ കൂടെ നമ്മുടെ. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു തുണ നമ്മൾക്കിങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഇങ്ങനെ തോന്നിക്കുന്ന. അപ്പോൾ നമുക്ക് ആ ഒറ്റപ്പെടലിൻ്റെ ഫീലിങ്ങിൽ നിന്ന് മാറ്റാം. ഇന്ന് പലവരും പറയുന്ന ഒരു കാര്യമാണ് ഒറ്റയെന്ന്. നാരായണനാമം ജപിച്ചാൽ പിന്നെ നാരായണൻ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, ഓരോരുത്തർക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്കത് ചെയ്തു തീർക്കണ്ടേ. നമുക്ക് പ്രായമായി എന്നും പറഞ്ഞിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഒരാളുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഭഗവാനെ നമ്മളെ എപ്പോഴും കൂട്ടിയിരുത്തുക. എൻ്റെ കൂടെ ഇരിക്കണം ഭഗവാനെ, എനിക്ക് വേണമെന്ന് തന്നെ പറയണം. അപ്പോൾ അത് എന്തോ നമ്മുടെ മനഃശുദ്ധിയും കൊണ്ട് നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ ഒന്നാമത്തെ കാര്യം, ഇപ്പം ഞാനൊരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു അമ്പലം പോയി നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ചു, അതൊരു ജോലി തീർന്ന പോലെ അങ്ങോട്ട് മാറിപ്പോയി പിന്നെ വർത്താനം പറഞ്ഞു പിന്നെ തിരിച്ചു പോരുമ്പോഴൊന്നും ആ ഏകാന്തത കിട്ടില്ല. നമ്മൾ ആ അമ്പലത്തിൽ എത്ര നേരം നിൽക്കാൻ സാധിക്കണോ അത് ഈശ്വരൻ്റെ ഒരു ഭാഗ്യമാണ്, നമ്മുടെ ഒരു യോഗമാണ്, നമ്മുടെ ഒരു കർമ്മഫലമാണ്. ഓരോ അമ്പലത്തിലും നമ്മൾ എത്തപ്പെടുന്നത് നമ്മുടെ ഒരു കർമ്മഫലമാണ്. അപ്പോൾ നമ്മൾ എത്ര നേരം അവിടെ നിൽക്കാൻ പറ്റുമോ, നമുക്ക് വർത്താനമൊക്കെ പിന്നെയും പറയാം. ഓരോരുത്തരെ അപ്പോഴാവും എപ്പോഴെങ്കിലും കാണുന്നവരെയൊക്കെ കാണുക. അതൊക്കെ നമുക്ക് ശ്രമിച്ചാൽ എവിടെന്നെങ്കിലുമൊക്കെ കാണാൻ പറ്റും. ഫോൺ നമ്പർ കൊടുക്കുക, വർത്താനം പറയുക. പക്ഷേ ആ അമ്പലത്തിൽ എത്ര നേരം നമ്മളുണ്ടോ ആ ഭഗവാന്റെ കൂടെ തന്നെ നിൽക്കുക. ആ ഒരു ഫീലിങ്ങിൽ ഭഗവാനെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണേ തുണയ്ക്കേന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഫീലിങ്ങിൽ തന്നെ നമ്മൾ ആ അമ്പലത്തിൻ്റെ നടയിൽ നമ്മൾ അവിടെ ഇവിടെ ഇരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഓർമ്മയോടെ തന്നെ ഇരിക്കണം. അല്ലാണ്ട് എല്ലാ വർത്തമാനങ്ങളും പറയാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റരുത്.
ഭഗവാന്റെ ആ ഒരു അമ്പലം എത്രയോ എത്രയോ മന്ത്രങ്ങൾ കേട്ട് കേട്ട് പുണ്യം ചെയ്ത ഒരു പുണ്യ ഭൂമിയാണ്. ഓരോ ക്ഷേത്രത്തിലും എത്ര എത്ര മന്ത്രങ്ങളും എത്ര എത്ര പൂജകളും ചെയ്ത് ഉള്ള ആ ഒരു പുണ്യ സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ നമ്മൾ അത് എത്രയും നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ.